തലപതി വിജയുടെ വൈഫായ സംഗീത നമ്മുടെ തലപതി വിജയ്ക്കെതിരെയായിട്ട് ഡിവോഴ്സ് മൂവ് ചെയ്തിരിക്കുകയാണ്. കേൾക്കാൻ സാധിക്കുന്നത് തലപതി വിജയ്ക്ക് മറ്റൊരു സിനിമാ നടിയായിട്ടൊരു അഫെയർ ഉണ്ട്, എക്സ്ട്രാ മാർഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ അതും 2021 ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്നിട്ട് വാണിംഗ് വരെ കൊടുത്തു. പക്ഷേ തലപതി വിജയ് അത് നെഗ്ലക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഓൾമോസ്റ്റ് ഇയേഴ്സിന് ശേഷം അങ്ങനെ ഡിവോഴ്സിന് മൂവ് ചെയ്യാണ്. ഓൾമോസ്റ്റ് 26 ഇയേഴ്സിന് ശേഷം നമ്മുടെ സംഗീത എന്ന് പറഞ്ഞ വൈഫ്. എന്തായാലും തലപതി വിജയ്ക്ക് ഇതിൻ്റെ ഹിയറിങ്ങിന് ഓൾമോസ്റ്റ് ഏപ്രിൽ 20 വരേണ്ടതാണ് കോർട്ടിൽ, ഫാമിലി കോർട്ടിൽ, തമിഴ്നാട്. പ്രൈവറ്റായ ഹിയറിംഗ് തന്നെയായിരിക്കും കേൾക്കാൻ സാധിക്കുന്നത്. ശരിക്കും സിനിമ മേഖലയിൽ ഇതൊക്കെ നോർമലാണ്. നമ്മൾ തലപതി വിജയ് എന്ന ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഇത് വലിയ രീതിയിൽ പബ്ലിസിറ്റി ആവുന്നതും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മൊത്തം ഏറ്റെടുക്കുന്നത് ഇങ്ങനത്തെ ന്യൂസ്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് സിനിമാ നടന്മാർ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ആരും ഇത്ര വലിയ രീതിയിൽ പബ്ലിസിറ്റി ആക്കിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇപ്പം അങ്ങനെ എടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ രവി മോഹൻ, അതുമാത്രമല്ല നമ്മുടെ GV പ്രകാശ്, മ്യൂസിക് ഡയറക്ടർ, AR റഹ്മാൻ, ധനുഷ്, അതുപോലെ തന്നെ വിഷ്ണു വിശാൽ, പിന്നെ സുന്ദരിയ, രജനികാന്ത്, പിന്നെ പ്രഭുദേവ്, രാജ് കിരൺ, ഇവരൊക്കെ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇവരൊക്കെ ഡിവോഴ്സ് ആയതുമാണ്. എന്നിട്ട് ഇത്ര വലിയ പബ്ലിസിറ്റിയിലോട്ടൊന്നും പോയിട്ടില്ല. കാരണം ഇത് തലപതി വിജയ് ആ ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് നമ്മളെല്ലാവരും വലിയ ബിഗ് ന്യൂസ് ആക്കി മാറ്റുന്നു. എന്തായാലും സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ആ ഒരു സിനിമാ നടീൻ്റെ പേര് വ്യക്തമാക്കുന്നില്ല നമ്മുടെ സംഗീത എന്ന് പറഞ്ഞൊരു വൈഫ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ആ പേരാരെയും വ്യക്തമായിട്ട് പറയുന്നില്ല. പുള്ളിക്കാരിയായിട്ട് വെക്കേഷനിൽ പോകുന്നു, അബ്രോഡ് പോകുന്നു, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ തലപതി വിജയ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു നോട്ടീസ് നോക്കുകയാണെങ്കിൽ. എന്തായാലും അത് ആരാന്ന് വ്യക്തമാക്കുന്നില്ല, ആ നടി ആരാന്ന്. പക്ഷെ സോഷ്യൽ മീഡിയ ഓൾമോസ്റ്റ് അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്ത പോലെയാണ് ടോക്ക് നടക്കുന്നത്. അത് തൃഷ ഖാനാണ്, തൃഷയാണ്. പിന്നെ ഓൾമോസ്റ്റ് ഇൻസ്റ്റാഗ്രാം അൽഗോരിതം മൊത്തം തൃഷ വിജയ് കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ തൃഷ വിജയിൻ്റെ റീൽസും, പിന്നെ അവർ തമ്മിൽ ഓൾമോസ്റ്റ് വിജയ് ഫാൻസ് ആണെങ്കിൽ പോലും, അതുപോലെ തന്നെ ഈ വിജയ് ഫാൻസ് തന്നെ രണ്ട് രീതിയിലാണ് ഈ ഒരു കേസ് കൊണ്ടുപോകുന്നത്. ഒന്ന് തൃഷേനെ ഇവരെ ഒന്നിപ്പിക്കുന്ന രീതിയിൽ, പിന്നെ ഒന്ന് വിജയിൻ്റെ കൂടെ നിൽക്കുന്നു. പിന്നെ വരുന്നത് പൊളിറ്റിക്കൽ പ്രഷറാണ്, ഇതിപ്പോൾ പൊളിറ്റിക്സ് ആണ് മൊത്തം. അങ്ങനെ വിജയ് ഫാൻസ് തന്നെ പല രീതിയിലാണ് ഇതെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാത്തിരിക്കാൻ നമുക്കിത് പേഴ്സണൽ മാറ്റേഴ്സ് ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ പോലും സിനിമ മേഖലയിൽ നടക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടതാണ്. എന്തായാലും കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ ഇൻഡസ്ട്രിയൽ ന്യൂസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് ചാനൽ.